ഫോട്ടോഷോപ്പിൽ പലപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ടൂൾസ് പലപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യാറുള്ള ഷോർട്ട് കട്ടും കൊണ്ടായിരിക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞെങ്കിൽ ഇപ്പോൾ റെക്ടാങ്കിൾ ടൂൾ, അതിന്റെ ഷോർട്ട് കട്ട് യു എന്നുള്ളതാണ് ഷോർട്ട് കട്ട്. ഓക്കെ, യു എന്നുള്ളതാണ് ഷോർട്ട് കട്ട്. അപ്പൊ ഞാൻ യു ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, വരയ്ക്കാൻ പോവാണ്, റെക്ടാങ്കിൾ വന്നു. എന്നാൽ അതേസമയം ഇതാണ്ടില്ലേ, ഈ എലിപ്സ് ടൂൾ ആണെങ്കിലും പോളിഗൺ ടൂൾ ആണെങ്കിലും ഇതിനൊക്കെ യു തന്നെയാണ് ഷോർട്ട് കട്ട്. അപ്പൊ ഞാൻ യു ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എനിക്കിപ്പോൾ എലിപ്സ് ടൂളാണ് വേണ്ടത്. പക്ഷെ ഞാൻ യു ക്ലിക്ക് ചെയ്യുന്നു, എലിപ്സ് ടൂൾ വരുന്നില്ല. ഇപ്പോഴും അവിടെ റെക്ടാങ്കിൾ ടൂൾ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ മാറ്റാന്നുള്ളത് നോക്കുന്നത്, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ശേഷം ആ യുവിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അതായത് റെക്ടാങ്കിൾ ടൂളും എലിപ്സ് ടൂളിലേക്ക് ഷോർട്ട് കട്ട് യു ആണല്ലോ. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ശേഷം യു ക്ലിക്ക് ചെയ്യുക. അതാണ്ടല്ലേ, അത് മാറുന്നത് നിങ്ങൾ കാണാൻ കഴിയും. കണ്ടോ, ഇപ്പോൾ റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ മാറി മാറി ഇപ്പോൾ റെക്ടാങ്കിളായി, ഇപ്പോൾ റൗണ്ട് റെക്ടാങ്കിളായി, ഇപ്പോൾ എലിപ്സ് ടൂളായി, ഇപ്പോൾ പോളിഗണായി, ലൈനായി, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, മാറിക്കൊണ്ട് വരും. അത് ജസ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ശേഷം ആ ടൂളിൻ്റെ ഷോർട്ട് കട്ട് ഏതാണോ അത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ മാറി മാറി വന്നോളും. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.